മല്ലു ട്യൂബിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2017 PSC ചോദ്യോത്തര സീരീസിലെ മൂന്നാമത്തെ വീഡിയോയാണിത്. ഈ വീഡിയോയിൽ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ചും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകൃതമായ വർഷം ഏതാണ്? ഉത്തരം 1866. ലണ്ടനിലാണ് 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകൃതമായത്. ഇത് രൂപീകരിച്ചത് ദാദാഭായ് നവറോജിയായിരുന്നു. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെയും രാഷ്ട്രതന്ത്രത്തിൻ്റെയും പിതാവ് എന്നറിയപ്പെടുന്ന മഹാനാണ് ദാദാഭായ് നവറോജി. 1825 സെപ്റ്റംബർ 4 ഇന്ന് മുംബൈ എന്നറിയപ്പെടുന്ന ബോംബെയിലാണ് അദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹം ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നും അറിയപ്പെടാറുണ്ട്. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് മത്സരിച്ച് ജയിച്ച ആദ്യത്തെ ഏഷ്യക്കാരനായിരുന്നു അദ്ദേഹം. 1892 മുതൽ 1895 വരെ ബ്രിട്ടീഷ് പാർലമെന്റിൽ MP ആയിരുന്നു നവറോജി. 1901 അദ്ദേഹം തൻ്റെ പ്രശസ്ത പുസ്തകമായ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ദാദാഭായ് നവറോജിയുടെ പ്രധാന സംഭാവനയാണ് ചോർച്ചാ സിദ്ധാന്തം. ഇന്ത്യയുടെ സമ്പത്ത് ശമ്പളമായും സമ്മാനമായും നികുതിയായും മറ്റും ഇംഗ്ലണ്ടിലേക്ക് ചോർത്തിക്കൊണ്ടുപോയിരുന്നു. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള പ്രധാന കാരണം ഈ ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ ദാദാഭായ് നവറോജി സമർത്ഥിച്ചു. 1917 ജൂൺ 30 തൻ്റെ 91 വയസ്സിലാണ് ദാദാഭായ് നവറോജി അന്തരിച്ചത്. രണ്ടാമത്തെ ചോദ്യം, സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന പ്രസിദ്ധമായ മുദ്രാവാക്യം ആരുടേതാണ്? ഉത്തരം ബാൽ ഗംഗാധർ തിലക്. മഹാരാഷ്ട്രയിലെ കൊങ്കണ തീരത്തുള്ള രത്നഗിരിയിലെ ഒരു യാഥാസ്ഥിതിക ബ്രാഹ്മണ കുടുംബത്തിൽ ഗംഗാധര രാമചന്ദ്ര തിലകന്റെ പുത്രനായി 1856 ജൂലൈ 23 ബാൽ ഗംഗാധർ തിലക് ജനിച്ചത്. സ്വാതന്ത്ര്യ സമര സേനാനി, രാഷ്ട്രീയ നേതാവ്, പത്രപ്രവർത്തകൻ, സാമൂഹിക പരിഷ്കർത്താവ് എന്നീ നിലകളിൽ പ്രശസ്തനായ അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ കർശനമായ സമരമുറകൾ സ്വീകരിക്കണമെന്ന പക്ഷക്കാരനായിരുന്നു. 1897 രാജ്യമാകമാനം പ്ലേഗ് രോഗം പടർന്നു പിടിച്ചപ്പോൾ പകർച്ചവ്യാധിയെ നേരിടുന്നതിൽ സർക്കാർ സ്വീകരിച്ച നടപടികളെ അദ്ദേഹം വിമർശിച്ചു. അതിനെ തുടർന്ന് 1897 തന്നെ അദ്ദേഹത്തെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. 1898 ജയിൽ മോചിതനായ അദ്ദേഹം 1905 ബംഗാൾ വിഭജനത്തെ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകി. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിൽ 1908 തിലകനെ വീണ്ടും അറസ്റ്റ് ചെയ്തു. ഇതേ തുടർന്ന് ബർമയിലെ മണ്ടാല ജയിലിൽ വെച്ച് അദ്ദേഹം ഗീതാരഹസ്യം എന്ന കൃതി രചിച്ചു. 1914 ജയിൽ മോചിതനായ അദ്ദേഹം 1920 തൻ്റെ 64 വയസ്സിൽ അന്തരിച്ചു. മൂന്നാമത്തെ ചോദ്യം, സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന രൂപീകരിച്ചതാര്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെട്ടിരുന്ന ഗോപാലകൃഷ്ണ ഗോഖലെ 1866 മെയ് 9 പഴയ ബോംബെ സംസ്ഥാനത്തിൽ രത്നഗിരി ജില്ലയിലുള്ള കോട്ട്ലക്ക് എന്ന സ്ഥലത്തെ ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളിൽ ഒരാളായിരുന്ന ഗോഖലെ 1889 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായി. 1905 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. ഭാരതത്തിലെ വിദ്യാഭ്യാസ രീതിയുടെ പരിഷ്കരണമായിരുന്നു ഈ സംഘടനയുടെ ഉദ്ദേശം. വിദ്യാഭ്യാസപരമായി ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു യുവതലമുറയ്ക്ക് മാത്രമേ ഭാരതത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയൂവെന്ന് ഗോഖലെ ഉറച്ചു വിശ്വസിച്ചിരുന്നു. നിലവിലുള്ള വിദ്യാഭ്യാസ സംസ്കാരം ഈ ലക്ഷ്യം നേടാൻ അപര്യാപ്തമാണെന്നും എന്നാൽ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിക്ക് ഈ കുറവ് നികത്താനാകുമെന്നും അദ്ദേഹം വിശ്വസിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ തനിക്ക് രാഷ്ട്രീയത്തിലേക്കുള്ള വഴികാട്ടിയായത് ഗോഖലെയാണെന്ന് ഗാന്ധിജി തന്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ ഗുരുവായിരുന്നെങ്കിലും പാശ്ചാത്യ സംസ്കാരത്തോടുള്ള ഗോഖലെയുടെ അടുപ്പം ഗാന്ധിജിക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാകണം ഗോഖലെയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയിൽ ഗാന്ധിജി അംഗമായിരുന്നില്ല. പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവായി അറിയപ്പെടുന്ന മുഹമ്മദ് അലി ജിന്നയുടെയും മാർഗദർശിയായി ഗോഖലെയെ കണക്കാക്കപ്പെടുന്നു. ജിന്നയെ മുസ്ലിം ഗോഖലെ എന്നിവരെ വിളിച്ചിരുന്നു. ഗോഖലെയുടെ ചിന്തകൾ തന്നെ സ്വാധീനിച്ചിരുന്നെന്ന് ആഗാഖാനും തന്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിരുന്നു. 1915 ഫെബ്രുവരി 19 തന്റെ 49 വയസ്സിലാണ് ഗോഖലെ അന്തരിച്ചത്. നാലാമത്തെ ചോദ്യം, പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഉത്തരം ലാലാ ലജ്പത് റായ്. അടുപ്പമുള്ളവർ ലാലാജി എന്ന് വിളിച്ചിരുന്ന ഇദ്ദേഹത്തെ പഞ്ചാബ് കേസരി അല്ലെങ്കിൽ പഞ്ചാബിലെ സിംഹം എന്നും അറിയപ്പെട്ടിരുന്നു.
1865 ജനുവരി 28 ബ്രിട്ടീഷ് ഇന്ത്യയിലെ പഞ്ചാബിലുള്ള ഡ്യൂഡിക് എന്ന സ്ഥലത്ത് ജനിച്ച ലാലാ ലജ്പത് റായ് ബ്രിട്ടീഷ് രാജിനെതിരെയുള്ള പടനീക്കങ്ങളിൽ പ്രധാനിയായിരുന്നു. ആര്യ സമാജത്തിന്റെ ഒരു പ്രവർത്തകനായിരുന്ന ലാല സമാജത്തിന്റെ മുഖപത്രമായിരുന്ന ആര്യ ഗസറ്റിന്റെ പത്രാധിപരും കൂടിയായിരുന്നു. പഞ്ചാബ് നാഷണൽ ബാങ്ക്, ലക്ഷ്മി ഇൻഷുറൻസ് കമ്പനി എന്നീ സ്ഥാപനങ്ങളുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്ന ലാലാ ലജ്പത് റായ് പ്രസിദ്ധമായ ലാൽ പാൽ ബാൽ ത്രയത്തിലെ ഒരു അംഗവുമായിരുന്നു. ലാൽ പാൽ ബാൽ ത്രയം എന്നറിയപ്പെട്ടിരുന്നത് ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്, ബാൽ ഗംഗാധർ തിലക് എന്നിവരെയാണ്. ഈ 3 പേരും കോൺഗ്രസിലെ തീവ്ര ഇടതുപക്ഷമായാണ് അറിയപ്പെടുന്നത്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ നേതൃത്വത്തിനെതിരെ ശബ്ദമുയർത്തി കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക് പുതിയ പാത വെട്ടിത്തുറക്കുവാൻ ശ്രമിച്ചവരാണ് ഈ 3 പേരും. 1928 ഒക്ടോബർ 30 ലാഹോറിൽ സൈമൺ കമ്മീഷനെതിരെ ജാഥ നടത്തിയ ലാലാ ലജ്പത് റായ്ക്ക് നേരെ ലാത്തിച്ചാർജ് നടത്താൻ പോലീസ് സൂപ്രണ്ടായിരുന്ന ജെയിംസ് എ സ്കോട്ട് ഉത്തരവിട്ടു. ഈ ലാത്തിച്ചാർജിൽ ക്രൂരമായി മർദ്ദനമേറ്റ ലാലാ ലജ്പത് റായ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. എൻ്റെ ശരീരത്തിലേൽക്കുന്ന ഓരോ പ്രഹരവും ബ്രിട്ടന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയാണ് എന്ന് അന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ഈ ലാത്തിച്ചാർജിലേറ്റ പരിക്കുകളെ തുടർന്ന് 1928 നവംബർ 17 അദ്ദേഹം അന്തരിച്ചു. 5-ാമത്തെ ചോദ്യം. വന്ദേ മാതരം എന്ന പത്രം ആരംഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം ബിപിൻ ചന്ദ്രപാൽ. 1906 തൻ്റെ ഒരു സുഹൃത്ത് സംഭാവനയായി നൽകിയ 500 രൂപ കൊണ്ടാണ് ബിപിൻ ചന്ദ്രപാൽ വന്ദേ മാതരം എന്ന പത്രം ആരംഭിച്ചത്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെയും അരവിന്ദ ഘോഷിൻ്റെയും ദേശീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ള വീക്ഷണങ്ങളായിരുന്നു വന്ദേ മാതരത്തിലൂടെ പ്രസിദ്ധീകരിച്ചിരുന്നത്. ഇതുകൂടാതെ 1884 ആലോചന എന്ന പേരിലും 1892 ആശ എന്ന പേരിലും 2 ബംഗാളി മാഗസീനുകളും അദ്ദേഹം തുടങ്ങുകയുണ്ടായി. 1894 കൗമുദി എന്ന പേരിലുള്ള ഒരു ദ്വൈവാരികയും ബിപിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. 1901 ഇന്ത്യൻ വിദ്യാഭ്യാസ രീതിയെ പരിഷ്കരിക്കുന്നതിന് വേണ്ടി ന്യൂ ഇന്ത്യ എന്നൊരു ഇംഗ്ലീഷ് വാരികയും അദ്ദേഹം തുടങ്ങി. മികച്ച ഒരു പ്രാസംഗികനായിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗ ചാതുരി കണ്ട് ചിലർ അദ്ദേഹത്തെ ഇന്ത്യയിലെ ബ്രൂക്ക് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. 1886 കോൺഗ്രസ് അംഗമായ ബിപിൻ ചന്ദ്രപാൽ CR ദാസുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ പിന്നീട് കോൺഗ്രസ് അംഗത്വം രാജിവെച്ചു. 1923 കൽക്കത്തയിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് നിയമസഭയിലെത്തിയ അദ്ദേഹം ഏകദേശം 3 വർഷക്കാലത്തോളം പ്രതിപക്ഷത്തിരുന്നു. വിധവാ വിവാഹം നിഷിദ്ധമായിരുന്ന അക്കാലത്ത് എതിർപ്പുകളൊന്നും തന്നെ വകവയ്ക്കാതെ ഒരു വിധവയെ വിവാഹം ചെയ്തുകൊണ്ട് ബിപിൻ ചന്ദ്രപാൽ മാതൃക കാട്ടി. അനാചാരങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവാന്മാരാക്കാൻ അദ്ദേഹം അഹോരാത്രം പ്രവർത്തിച്ചു. ഇംഗ്ലണ്ടിൽ അദ്ദേഹം നടത്തിയിരുന്ന സ്വരാജ് എന്ന പത്രം ഭാരതത്തിൽ നിരോധിച്ചിരുന്നു. 1916 കോൺഗ്രസിൽ തിരിച്ചെത്തിയ അദ്ദേഹം 1932 അന്തരിച്ചത്. ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇതുപോലെ ഏതെങ്കിലും പ്രത്യേക ടോപ്പിക്കിൽ കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റിൽ രേഖപ്പെടുത്തുക. ആസ് ഓൾവേസ്, താങ്ക് യു ഫോർ വാച്ചിങ് മല്ലു ട്യൂബ്.